തിരുവോണം ബെമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പും പൂജ ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനവും ഇന്നാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ, മഴയും അതുമായി ബന്ധപ്പെട്ട GST പരിഷ്കരണം ഇതൊക്കെയായി ബന്ധപ്പെട്ടായിരുന്നു നറുക്കെടുപ്പ് പിന്നീട് മാറ്റിവെക്കാൻ ഉള്ള ഒരു ആവശ്യം ഈ ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്നും ഏജന്റുമാരിൽ നിന്നൊക്കെ ഉണ്ടായത്. അങ്ങനെ അത് 4-ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നല്ലോ. തിരുവനന്തപുരം ഗോർഖി ഭവനിലെ നറുക്കെടുപ്പ് വേദിയിൽ ഉച്ചയ്ക്ക് 1-ന് നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പൂജ ബെമ്പർ ടിക്കറ്റിന്റെ പ്രകാശനവും ശേഷം തിരുവോണം ബെമ്പർ നറുക്കെടുപ്പും നിർവഹിക്കും. അമൽ തേനമ്പറമ്പിൽ ചേരുന്നു വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം. അമൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെ നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഭാഗ്യവാൻ ആരെ എന്നറിയാൻ. വിശദാംശങ്ങൾ എന്തൊക്കെയാ അമൽ? കഴിഞ്ഞ 27-ന് നടക്കേണ്ട നറുക്കെടുപ്പായിരുന്നു. കഴിഞ്ഞ 27-ാം തീയതി തന്നെ ഒരു 25 കോടിയുടെ ഭാഗ്യവാനെ കണ്ടെത്താൻ തീരുമാനിച്ചിരുന്നതാണ് ആദ്യം. പിന്നീട് ആ ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മോത്തി നേരത്തെ പറഞ്ഞതുപോലെ GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. അതോടൊപ്പം ഈ അടിച്ച ടിക്കറ്റുകളൊക്കെ വിറ്റ് തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആവശ്യങ്ങളൊക്കെ ഈ ഏജന്റുമാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു. അങ്ങനെ എല്ലാ ആവശ്യങ്ങളും കൂടി പരിഗണിച്ച് എല്ലാ സാഹചര്യവും പരിശോധിച്ചാണ് നറുക്കെടുപ്പ് മാറ്റിവെച്ചത്. ഇപ്പോഴെന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗോർഖി ഭവനിൽ വെച്ച് ഈ ടിക്കറ്റ് നറുക്കെടുക്കുകയാണ്. ആരൊക്കെയാണ് ഭാഗ്യവാന്മാർ എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. 75 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചത്. അതിൽ ഭൂരിഭാഗം ടിക്കറ്റുകളും വിറ്റുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നറുക്കെടുപ്പ് നടക്കുമ്പോൾ ഇതിൻ്റെ സമ്മാനത്തോടു കൂടി പറഞ്ഞു പോകാം. 1-ാം സമ്മാനം 25 കോടിയാണെങ്കിൽ 2-ാം സമ്മാനം 1 കോടി വീതം 20 പേർക്കാണ്. അതിലാണ് ഒരുപാട് പേരും പ്രതീക്ഷ വെച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. 1-ാം സമ്മാനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 2-ാം സമ്മാനമാണെങ്കിലും മതി എന്നുള്ള തരത്തിലാണ് ആളുകൾ. അതോടൊപ്പം തന്നെ 50 ലക്ഷത്തിൻ്റെ 3-ാം സമ്മാനവും ഉണ്ട്. അതും നിരവധി ആളുകൾക്ക് ലഭിക്കും. അങ്ങനെ ഒരുപാട് ആളുകളെ ഭാഗ്യവാന്മാരാക്കുന്ന, ഒരുപാട് ആളുകളെ ലക്ഷാധിപതികളാക്കുന്ന, കോടിപതികളാക്കുന്ന ഒരു നറുക്കെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഈ നറുക്കെടുപ്പിനൊപ്പം തന്നെ പൂജാ ബെമ്പറിൻ്റെ പ്രകാശനവും നടക്കുന്നുണ്ട്. അത് 12 കോടി രൂപയുടെ 1-ാം സമ്മാനമാണുള്ളത്. ആ ടിക്കറ്റും ഇതുപോലെ വലിയ വിജയമാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ലോട്ടറി വകുപ്പുള്ളത്. KN ബാലഗോപാലാണ് ഈ പൂജാ ബെമ്പറിൻ്റെ പ്രകാശനവും അതോടൊപ്പം തന്നെ ഓണം ബെമ്പറിൻ്റെ നറുക്കെടുപ്പും നടത്തുന്നത്. ആന്റണി രാജു അടക്കം രഹസ്യമായി ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. കാരണം കുറച്ച് കാശ് കടം ചോദിക്കാനുണ്ട്. ബെമ്പർ ടിക്കറ്റ് എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിയല്ലേ? ബെമ്പർ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാ തവണയും എടുക്കുന്നതാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാറില്ല. ഇതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്ന ഗിരീഷ് എന്ന് പറയുന്ന ഒരാൾക്ക്, ക്യാമറമാനായിരുന്നു, ആ ടിക്കറ്റ് നഷ്ടം വന്നു പോയത്. അതും 1-ാം സമ്മാനമാണ്. നഷ്ടം വന്നു പോയത് തലനാരിഴയ്ക്ക് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ആ സാഹചര്യം ഓർക്കുന്നുണ്ടാകുമെന്ന് തോന്നുന്നു. ഒരു ടിക്കറ്റ് എടുത്ത് അവിടെ തിരിച്ചു വെച്ച് പോയതാണ്. അതെ അതെ അതെ. അങ്ങനെ എനിക്കില്ലെങ്കിലും നമ്മുടെയൊക്കെ അറിയുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് മോദി. തീർച്ചയായിട്ടും ആശംസിക്കുന്നു. ഭാഗ്യവാൻ ആരെ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.